ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചുമ്മാ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പ്രമുഖ ന്യൂസ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വാർത്ത, നമ്മുടെ ഒടിയന്റെ സംവിധാനമായ ശ്രീകുമാർ മേനോനും ലാലേട്ടനും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ, ശ്രീകുമാർ മേനോൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ആൾക്കാർ, ആരാധകരും ഒക്കെ കയറി അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ട്രോളുന്നുണ്ട്, ചിലവർ പോസിറ്റീവായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അത് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് വന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേജിൽ കയറി നോക്കി എന്താ ഈ സംഭവം എന്ന് പറഞ്ഞ് ഞാൻ കയറി നോക്കി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അദ്ദേഹത്തിന്റെ പേര് മാറി. ശ്രീകുമാർ മേനോൻ എന്നല്ല, ഇപ്പം BA ശ്രീകുമാർ എന്നാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: മൈ നെക്സ്റ്റ് ഫിലിം വിത്ത് ഡിയർ ലാലേട്ടൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിന് ഒരുപാട് കമന്റുകൾ, അതായത് ഞാൻ നോക്കിയതിൽ കുറെ ആൾ ദി ബെസ്റ്റ് വരുന്നുണ്ട്, അദ്ദേഹത്തിന് ട്രോളിക്കൊണ്ട് കുറെ കമന്റുകൾ വരുന്നുണ്ട്. അതിൽ കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം. ഒന്ന് കരകയറി വന്നതായിരുന്നു, പിന്നെ കുറെ ആൾ ദി ബെസ്റ്റ്, കട്ട വെയിറ്റിംഗ് കുമാരേട്ട, പിന്നെ തെറിയും ചീത്തയും കുറ്റവും ഒക്കെ പറഞ്ഞവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ ആശംസകൾ. സിനിമയൊക്കെ എടുത്ത് ഓവർ ഹൈപ്പ് കൊടുത്ത് കുളമാക്കാതിരുന്നാൽ ഒടിയൻ നല്ലൊരു ചിത്രമായിരുന്നു, അതിന്റെ പരാജയം ഓവർ ഹൈപ്പ് ആയിരുന്നു. അതൊരു കറക്റ്റ് കാര്യമാണ് എനിക്കും തോന്നിയത്. ഒരു ഓവർ ഹൈപ്പ് കാരണമാണ് ആ ചിത്രം പരാജയപ്പെടാൻ ഏറ്റവും വലിയ കാരണമെന്നായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ചിലർ പറഞ്ഞ വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി ആവട്ടെ, ഇത് തീപ്പൊരി ഐറ്റം ആവട്ടെ. പിന്നെ ഒടിയൻ നല്ല ഫിലിമായിരുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന സെക്കൻഡ് ചാൻസ് ആണിത്, ഇത് നല്ലതായി ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, തളരരുത്, ഒരു അപേക്ഷ കൂടിയാണ്. പിന്നെ ഒരാൾ ഒന്ന് കരയ്ക്ക് കയറുമ്പോഴത്തേക്കും പിന്നെയും വരച്ച് കുളത്തിലേക്ക് ഇട്ടോണമെന്ന്. ലാലേട്ടൻ ഒന്ന് കരകയറി വരുവാണ്, അപ്പം വീണ്ടും വലിച്ച് കുളത്തിലോട്ട് ഇട്ടേക്കണം. പിന്നെ കുറെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് തള്ളാതിരുന്നാൽ തന്നെ ഒരു 100 ദിവസം ഓടിക്കോളും. പിന്നെ അല്പം കൂടി കഞ്ഞി ബാക്കിയുണ്ട്, ഏട്ടന്റെ നേരൊന്ന് ഇറങ്ങി വിജയിച്ചു, അപ്പോൾ വന്നോളും ഒരു സാധു മനുഷ്യനെ വീണ്ടും ഏറിലാക്കാൻ. ദൈവത്തെ ഓർത്ത് താങ്കൾ അദ്ദേഹത്തെ വെറുതെ വിടുക, ഒടിയൻ സെക്കൻഡ് ഉണ്ടോ എന്ന്. അതായത് ലാലേട്ടനെ വെറുതെ വിടുക, അല്പം അദ്ദേഹം ഒന്ന് നേരിക്കൂടി ഒന്ന് പൊങ്ങി വരുമല്ലേ, വീണ്ടും വലിച്ച് താഴെ ഇറക്കാതിരിക്കാൻ. പിന്നെ അതുപോലെ പണ്ടത്തെ പണിക്ക് അന്ന് താടി വെച്ചതാ, പിന്നെ ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇനി നെഞ്ചു വിരിച്ച് തിയേറ്ററിൽ നിന്ന് പോകണം. പിന്നെ വേറൊരു ആൾ പറഞ്ഞിരിക്കുന്നത്, അനക്ക് മതിയായില്ലേ, പിന്നെ ഒരു തെറി. പിന്നെ എൻ്റെ പൊന്നു ചേട്ടാ, ലാലേട്ടൻ ഇപ്പോഴാണൊന്ന് ട്രാക്കിൽ വന്ന് തുടങ്ങിയത്, ആ മനുഷ്യനെ വീണ്ടും കൊണ്ടുപോയി കുഴിയിൽ ഇടരുത്, ഉള്ള രൂപം കൂടെ കളഞ്ഞ് കുളമാക്കരുത്, ഒരു സിനിമയുടെ കൂടി താടി പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഇനി എന്തോ തനിക്ക് മതിയായില്ലടാ. അങ്ങനെ ഒരുപാട്. ഇപ്പം നമ്മുടെ തിലകൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ട്രോള്, ഓഹോ ഇതിൻ്റെ അടിയിൽ വന്ന് ഞാൻ പതിവ് പോലെ താങ്കളെ തെറി പറയണമായിരിക്കും, എന്നിട്ട് തനിക്ക് അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കണം, ആ പൂതി അങ്ങ് മനസ്സിലിരിക്കുള്ളൂ. പിന്നെ നിങ്ങൾ നശിപ്പിച്ച മോഹൻലാലിൻ്റെ പാവങ്ങൾ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു, അത് ഇനിയും നശിപ്പിക്കാൻ ശ്രമിക്കരുത്, അപേക്ഷയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ചിലർ നല്ല കാര്യമാണ്, രണ്ടാമത്തത് നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആൾ ദിവസമൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സിനിമയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ ഒരു ആടാണ്. അല്ലാതെ ഒരു ഒടിയന് ശേഷം അദ്ദേഹം ഒരു സിനിമയായിട്ടല്ല വരുന്നത്, ആടുമായിട്ടാണ് ശ്രീകുമാർ മേനോനും മോഹൻലാലും വരുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു സിനിമയല്ല. അപ്പം അത് തന്നെ എല്ലാവരും ഒരു ആശ്വാസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2018 ഒടിയൻ റിലീസ് ചെയ്തത്, അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഇത്രയും ഒരു ട്രോളും ചീത്തവിളിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടർ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒടിയൻ ഇറങ്ങിയ അന്നത്തെ ദിവസം തൊട്ട് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പൊങ്കാലകളാണ്. ഓവർ ഹൈപ്പ് തന്നെയാണ് മെയിൻ കാരണം. ഒടിയൻ എന്ന സിനിമ ആൾക്കാർ അത്രത്തോളം ഹൈപ്പിലാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അല്ലേ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ, 6-ാം തമ്പുരാനിൽ പടികത്തുണ്ടായതോ എന്നൊക്കെ പറഞ്ഞ്, നരസിംഹത്തിനുണ്ടായെന്നൊക്കെ പറഞ്ഞ് ആ ലെവൽ മാസ് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ 6-ാം തമ്പുരാനും നരസിംഹവും ഒക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും തന്നെ കിട്ടിയതാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒടിയൻ പോയി കണ്ടപ്പോൾ ഭയങ്കര നിരാശയായി തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഒടിയൻ ഒരു അത്രയ്ക്ക് മോശമായൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജോ അല്ലെങ്കിൽ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. ഈ ഓവർ ഹൈപ്പും ആ ഒരു മാസിന്റെ കണ്ടന്റും ഒക്കെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന്റെ ഒരു പോരായ്മ, അത് നല്ല രീതിയിൽ ആരാധകരല്ലാത്തവരും എല്ലാവരും ശ്രീകുമാർ മേനോനെ തേച്ചൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ കരിയറിൽ തന്നെ ലാലേട്ടന്റെ സിനിമ കരിയറിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ് പോയി തുടങ്ങിയത് ആ സിനിമയിലായിരുന്നു. കാരണം അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതിൻ്റെ എന്തോ ഫലമായിട്ട് അത് സംഭവിച്ചു. കാരണം ഫേസ് പഴയ പോലെ ആയില്ല. അപ്പം അത് ഒരു പരീക്ഷണമായിരുന്നു. അത് ചിലപ്പം ഉറപ്പായിരിക്കും ഇത് ചിലപ്പോൾ സക്സസ് ആവത്തില്ല. ഒരു ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും റിസ്ക് ഏറ്റെടുത്ത രീതിയിലായിരുന്നു. ഒന്നെങ്കിൽ നല്ലത് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, അല്ലെങ്കിൽ ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ മുഖത്ത് ബോട്ട് എന്തൊക്കെ ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ലാലേട്ടന് അറിയാം. പക്ഷെ അതൊരു റിസ്ക് ഏറ്റെടുത്ത് അദ്ദേഹം പോയി. എന്തായാലും അതിൻ്റെ ഷേപ്പും ഒക്കെ പഴയ രീതിയിൽ കിട്ടി വരുന്നുണ്ട്. അപ്പം അതങ്ങനെ നമുക്ക് സമാധാനിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അഭിനയമൊന്നും അങ്ങനെ പോയിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നേരത്തെ തന്നെ കണ്ടില്ലയോ. അപ്പം വീണ്ടും ശ്രീകുമാർ മേനോനായിട്ട് ഒരു പടം വരുന്നതിൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യാനൊക്കെ അറിയാം. ഒടിയൻ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഈ തല്ലിപ്പൊലി പടമല്ലായിരുന്നു. നല്ലൊരു എന്നുവെച്ചാൽ നല്ലത് പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പടം, ആവറേജ് ആയിട്ട് ഉള്ളൊരു പടമായിരുന്നു. ഇത്രയ്ക്ക് കൂത്തറ പടം അല്ലായിരുന്നു.
വീണ്ടും ലാലേട്ടനുമായിട്ടൊരു അദ്ദേഹം ഒന്നിക്കുന്നു പറയുമ്പോൾ ഒരു പടം വരുന്നതിന് ഇത്രയും തെറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു മനുഷ്യനെ മാക്സിമം ട്രോളി കൊന്ന് പൊങ്കാലയിട്ട് ചീത്ത വിളിച്ച് ഇപ്പോഴും ചില മോഹൻലാലിൻ്റെ പഴയ പടങ്ങൾ, അതായത് ഈ ഒടിന് ശേഷമുള്ള ചില പടങ്ങൾ മോഹൻലാലിൻ്റെ അഭിനയ ഭാവങ്ങളൊന്നും വരാത്തത് കാണുമ്പോൾ ആരാധകരും ഞാൻ പോലും അദ്ദേഹത്തിനെ ഒന്ന് സ്മരിക്കും. അത് ഓക്കെ, അത് ചിലപ്പോൾ നമ്മുടെ ഒരു മോഹൻലാലിനുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ ഒത്തിരി ആയില്ലേ പുള്ളി ഏതെങ്കിലും മോഹൻലാൽ പടമായിട്ട് വരുന്നെങ്കിൽ വരട്ടെ, അത് ഗംഭീരമാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു പാഠമായി തീരട്ടെ. ഈ ഓവർ ഹൈപ്പൊന്നും കൊടുക്കാതെ നോർമൽ പടം പോലെ എടുത്തായിരുന്നെങ്കിൽ ഒടിയനും നല്ലൊരു പടമായി മാറിയാനെ. പക്ഷേ ഒരുപാട് തെറിയൊക്കെ പറയാതിരിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വന്ന് കഴിഞ്ഞാൽ, അത് ലാലേട്ടൻ്റെ പടം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് വന്ന് തെറി പറഞ്ഞ് കൊല വിളിക്കുവാണ്. ക്ഷമിക്കാം, ഇത്രയായില്ല 2018, ഇപ്പം 5 വർഷത്തോളം, ഇനി 6 വർഷത്തോളം ആവാൻ പോകുന്നു. ഒരാൾ അത്രയൊക്കെ കുറ്റം പറഞ്ഞാൽ പോരെ. പുതിയൊരു പടമായിട്ട് വരുന്നെങ്കിൽ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കണം, നല്ല പടമാണെങ്കിൽ. അതുകൊണ്ട് പുള്ളി സംവിധായം അറിയാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പടം വരുന്നെങ്കിൽ വരട്ടെ, നല്ലൊരു തിരിച്ചുവരവ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോഹൻലാലല്ല, ശ്രീകുമാർ മേനോന് അദ്ദേഹത്തിന് കുറേ പൊട്ടിയ ആ ഒരു സിനിമയുടെ ആൾക്കാർ വിമർശനങ്ങൾക്കൊക്കെ എതിരായിട്ടൊരു നല്ലൊരു മറുപടിയായിട്ടൊരു നല്ലൊരു പടമായിട്ട് വരട്ടെ. അത് മോഹൻലാൽ വേണമെന്നില്ല, ഏതൊരു നടനായാലും ഒരു പുതുമുഖമായിട്ട് നല്ലൊരു പടമായിട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം പുള്ളിയെ പൊങ്കാലയുടെ കഷ്ടം തോന്നി, എനിക്ക് തന്നെ കുറേ വിഷമം തോന്നി. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ് മോഹൻലാൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൂര തെറിവിളിയാണ്. നിർത്താറായി എന്നാണ് എനിക്കും തോന്നുന്നത്. ആൾക്കാരോട് എന്തിനാ പുള്ളിയോട് ഇത്രയും പറയേണ്ട ആവശ്യം ഇനി ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയും വർഷമായില്ലേ. എന്തായാലും ശ്രീകുമാരേട്ട നല്ലൊരു പടമായിട്ട് തിരിച്ചു വരണം. എല്ലാ വിമർശനത്തിനുള്ള ഒരു മറുപടിയായിട്ട് താങ്കൾ തിരിച്ചു വരണം. ഓക്കെ.